അസ്സലാമലൈക്കും. ഇന്ന് മസൂർ ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ തക്കാളി കഷ്ണിച്ചിട്ടുണ്ട്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞ്, ഇഞ്ചിയുടെ കഷ്ണം ചെറുതാക്കി അരിഞ്ഞ്, പിന്നെ മല്ലിയില, കസ്തൂരി മേത്തി, വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, കടുക് ഇടരുത്, ചെറിയ ജീരകം വെളിച്ചെണ്ണയിൽ ഇടുകയാണ് ചെയ്യുക. പിന്നെ കുറച്ച് ഗരം മസാല, ചെറിയ ഇതിൽ ഗരം മസാല ഇടണം. വറ്റൽ മുളക്. അപ്പോൾ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുക്കറിലിട്ട് 2 തക്കാളി കഷ്ണിച്ചത് അതിലിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗമ്മ വെക്കുക. സ്റ്റൗമ്മ വെച്ച് മൂടി വെച്ചിട്ട് 2 വിസിൽ വരുമ്പോൾ വാങ്ങി വെക്കുക. എന്നിട്ട് അതിൻ്റെ ആവി പോകുമ്പോൾ നമ്മൾ എടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചെറിയ ജീരകം ഇട്ട്, ചെറിയ വെള്ളം മൂത്ത് വരുമ്പോൾ ചെറിയ ജീരകം ഇട്ട് അതിൽ വറ്റൽമുളക് ഇട്ട്, വറ്റൽമുളകും പിന്നെ പച്ചമുളക് പൊടികൾ, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇട്ട് പച്ചമുളക്, ചെറിയ ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞു വെച്ചത് അതെല്ലാം ചേർത്ത് ഇളക്കി, ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞ് വെച്ചിട്ടിട്ട് ഇളക്കി പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഇളക്കി നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ ഇളക്കി ഇങ്ങനെ മൂപ്പിച്ചിട്ട് അതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ ദാൽ കറി അതിൽ പൊഴിക്കുക. വേപ്പിച്ചരൊക്കെ ഇട്ടതിന് ശേഷം കസ്തൂരി മേത്തി ഇട്ട്, കുറച്ച് കസ്തൂരി മേത്തി ഇട്ടിട്ട് പിന്നെ ഇളക്കിയതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ കറി അതിൽ പൊഴിക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ച് ഒന്നുകൂടി കുറച്ച് നേരം കഴിയുമ്പോൾ പിടിക്കാൻ വേവിച്ച് വെച്ചിട്ട് കഴിഞ്ഞ് കറി, ഇപ്പം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അതെടുത്ത് കറി നല്ല ടേസ്റ്റിൽ കുറുകി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഇന്നലത്തെ ഇടിയപ്പത്തിലേക്ക് ഉണ്ടാക്കിയ മസൂർ ദാൽ കറിയാണ്. കറിയുടെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ അതാണ്.